പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രക്ഷോഭിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല പുറത്താക്കിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇക്ബാൽ നേരത്തെ സസ്പെൻഡ് ചെയ്ത വാർത്തയാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടതെങ്കിൽ ഇപ്പോൾ ലൈംഗികാരോപണ കേസിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്ന പ്രക്ഷോഭിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന വിവരമാണ്. പാർട്ടിക്ക് മനസ്സിലായി ഇനി ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. വരുന്ന നിമിഷങ്ങളിൽ CPM-ഉം BJP-യും ഒക്കെ വലിയ പ്രതിരോധം തീർക്കും. ഈ വിഷയത്തിന്റെ പ്രചരണം നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനെ തുടർന്നാണോ KPCC-യുടെ അടിയന്തരമായിട്ടുള്ള നീക്കം? ഇക്ബാൽ, അരുൺകുമാർ, വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാലക്കാട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ ഈ പ്രക്ഷോഭനെതിരായിട്ടുള്ള ഈ പരാതി അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. പ്രക്ഷോഭനെ പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു. KPCC അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പാലക്കാട് DCC അധ്യക്ഷൻ A തങ്കപ്പന് നൽകുകയായിരുന്നു. ഇപ്പോൾ DCC അധ്യക്ഷൻ A തങ്കപ്പൻ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ധാർമ്മികത ഉണ്ടെങ്കിൽ പ്രക്ഷോഭ കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്നു. മറ്റ് പാർട്ടിക്കാർ കൂടി ഈ ധാർമ്മികത കാണിക്കണം എന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മറുപടിയും ഇതിലൂടെ വെക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകില്ല എന്നുള്ളതാണ് DCC അധ്യക്ഷൻ പ്രതികരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള തിരക്കിട്ട നടപടിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കോൺഗ്രസിന് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും ഈ വിഷയം എന്നുള്ളത് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നു. അതോടുകൂടിയാണ് ഇപ്പോഴിതാ സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ തന്നെ ഇപ്പോഴിതാ KPCC നേതൃത്വം ഇടപെട്ടുകൊണ്ട് പാലക്കാട് കോൺഗ്രസിലെ കൗൺസിലറായിട്ടുള്ള ഈ പ്രക്ഷോഭ് സി വത്സനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡിലെ കൗൺസിലറാണ് പ്രക്ഷോഭ് സി വത്സൻ. ദളിത് യുവതി കഴിഞ്ഞ ദിവസമാണ് പ്രക്ഷോഭിനെതിരെ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ തന്നെ ബലമായി പീഡിപ്പിച്ചു, ജോലി വാഗ്ദാനം ചെയ്തു. ഒരു നിമിഷം പോലും ഇനി പാർട്ടി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല എന്ന് പാർട്ടിക്ക് ബോധ്യമായി. KPCC-യുടെ നടപടിയെടുത്തിരിക്കുന്നു. പ്രക്ഷോഭിനെ 24-ാമത്തെ വാർഡിലെ കൗൺസിലറായ പ്രക്ഷോഭിനെ ഇപ്പോൾ ഇതാ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുഡ് മോർണിംഗ്.